ഒരൊറ്റ ഡയഗ്രത്തിൽ മെക്കാനിസം ഓഫ് എക്സ്ക്രീഷൻ പഠിച്ചാലോ? ദാ ഈ ഡയഗ്രം നോക്കിയേ. സോ ഈ ഡയഗ്രത്തിൽ F ഫിൽട്രേഷൻ, R റീഅബ്സോർപ്ഷൻ, S സെക്രീഷൻ ആൻഡ് E ഇസ് എക്സ്ക്രീഷൻ. അഫറന്റ് ആർട്ടീരിയോൾസ് കൊണ്ടുവരുന്ന ബ്ലഡ് ഗ്ലോമർലസിൽ കൂടെ ഫിൽട്ടർ ചെയ്ത് ബോമൻസ് ക്യാപ്സൂളിൽ എത്തും. ഇതിന് നമ്മൾ ഗ്ലോമർലർ ഫിൽട്രേറ്റ് എന്ന് വിളിക്കും. ഈ ഗ്ലോമർലർ ഫിൽട്രേറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? വാട്ടർ, സോഡിയം, പൊട്ടാസ്യം, ബൈകാർബണേറ്റ്, അമിനോ ആസിഡ്സ്, ഗ്ലൂക്കോസ്, ക്രിയാറ്റിനിൻ, യൂറിയ, അങ്ങനെ നമുക്ക് വേണ്ടതായ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. Then this filtrate will move to PCT, that is proximal convoluted tubule. Proximal convoluted tubule maximum reabsorption substances നമുക്ക് നമ്മുടെ ശരീരത്തിൽ വേണ്ടതായ എല്ലാ സാധനവും ലൈക്ക് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് ഒക്കെ 100% റീഅബ്സോർബ് ആവും. ബൈകാർബണേറ്റ്സ് ഒക്കെ 90% റീഅബ്സോർബ് ആയി പോകും. വാട്ടറും അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ഒരു 60-65% റീഅബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ മാക്സിമം റീഅബ്സോർപ്ഷൻ നടക്കുന്നത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലാണ്. ദെൻ ഈ ഫിൽട്രേറ്റ് നമ്മുടെ ഹെൻലീസ് ലൂപ്പിലോട്ട് വരും. So descending loop of Henle is impermeable to electrolytes and permeable to water. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ലൂപ്പ് ഓഫ് ഹെൻലിയിലെ ഡിസെൻഡിങ് ലൂപ്പിൽ നിന്ന് വാട്ടർ റീഅബ്സോർബ് ചെയ്യപ്പെടുകയും ഇലക്ട്രോലൈറ്റ്സ് അവിടെ തന്നെ കിടക്കുകയും ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഫിൽട്രേറ്റ് കോൺസെൻട്രേറ്റഡ് ആകില്ലേ? ഈ ലൂപ്പ് ഓഫ് ഹെൻലിയുടെ താഴെ ഭാഗത്ത് എത്തുമ്പോൾ നമ്മുടെ ഫിൽട്രേറ്റ് ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. പിന്നെ ഇത് അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ പോകുമ്പോൾ അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി ഈസ് impermeable to water and permeable to electrolytes. അപ്പോൾ ഇത് സംഭവിക്കുക, ഇലക്ട്രോലൈറ്റ്സ് വിൽ ഗെറ്റ് റീഅബ്സോർബ് and water will stay in the loop of Henle. അപ്പോൾ ഇത് DCT-ലോട്ട് പോകുമ്പോൾ ഫിൽട്രേറ്റിന്റെ എമൗണ്ട് കുറഞ്ഞു, കോൺസെൻട്രേഷനും നോർമൽ ആയി. ഇപ്പം നൗ DCT, ദാറ്റ് ഇസ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആണ് നടക്കുന്നത്. സോ ഇവിടെ വാട്ടറും ഇലക്ട്രോലൈറ്റ്സും ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കിയാൽ നമ്മുടെ PCT-ലും DCT-ലും സെക്രീഷൻസ് നടക്കുന്നുണ്ട്. PCT-ൽ എന്തൊക്കെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഓർഗാനിക് ആസിഡ്സ്, അതുപോലെ തന്നെ അമോണിയ, പിന്നെ യൂറിക് ആസിഡ്, ഇത്രയും കാര്യങ്ങൾ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ DCT-ലോ H+ അയോൺസ്, K+ അയോൺസ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്തിനാണ്? ടു മെയിൻറ്റെയിൻ ദി ഓസ്മോട്ടിക് ബാലൻസ് അല്ലെങ്കിൽ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി ഈ ബാക്കി ഫിൽട്രേറ്റ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ കളക്റ്റിംഗ് ഡക്റ്റിലോട്ട് പോകും. കളക്റ്റിംഗ് ഡക്റ്റിലും വാട്ടർ, NaCl, അതുപോലെ തന്നെ യൂറിയ റീഅബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ NaCl, യൂറിയ റീഅബ്സോർപ്ഷൻ ആണ് നമ്മുടെ മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിന്റെ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ എക്സ്ക്രീറ്റ് ചെയ്യുന്ന വേസ്റ്റിൽ എന്തൊക്കെ ഉണ്ടാവും? വാട്ടർ ഉണ്ടാവും, NaCl ഉണ്ടാവും, കുറച്ച് ബൈകാർബണേറ്റ്സ് ഉണ്ടാവും, ക്രിയാറ്റിനിൻ ഉണ്ടാവും, അതുപോലെ തന്നെ യൂറിയയും ഉണ്ടാവും. സോ നമ്മുടെ ബോഡിയിൽ ഒരു ദിവസം 180 ലിറ്റേഴ്സ് ഓഫ് ഫിൽട്രേറ്റ് ആണ് ഉണ്ടാവുന്നത്. പക്ഷെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത് വെറും 1 or 2 ലിറ്റേഴ്സ് ഓഫ് യൂറിൻ ആണ്. എന്ന് വെച്ചാൽ മാക്സിമം 90% ഓഫ് ഫിൽട്രേറ്റും നമ്മൾ റീഅബ്സോർബ് ചെയ്തിട്ട് ബാക്കി വേണ്ടാത്ത വേസ്റ്റ് മാത്രമേ നമ്മൾ റിലീസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്തോളുക. അതുപോലെ തന്നെ വേറെ ഈ കോൺസെപ്റ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളുക. I'll see you later. Bye.